കുഴപ്പമില്ല, നല്ല പടം, നല്ല സിനിമയായിരുന്നു. ഒരു കോമഡിക്കായിരുന്നു, ഫാമിലി ആ ഒരു മൂഡ് വൈ പടമായിരുന്നു പോലെ പടമായിരുന്നു. നമുക്കൊരു 5 എത്ര റേറ്റ് കൊടുക്കാൻ പറ്റുമോ? 4.5 കൊടുക്കാം. അതിനുള്ള മൂവി ഉണ്ട്. ഇറങ്ങിയതാണോ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി സിനിമ, ഫൺ റൈഡ് ഉണ്ട്, ഫൺ റൈഡ്. ഒരു മസ്റ്റ് വാച്ച് മൂവി നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ വേണം പറയാം. ഈ ഫാമിലി ഓഡിയൻസിനൊക്കെയാണോ കുറച്ച് ഇഷ്ടപ്പെട്ടു. ഈ ജിത്തു ജോസഫിന്റെ മൂവീസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ റീസണലായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട മൂവീസാണ്. അതിൽ നിന്ന് ഒരു കോമഡി എലമെന്റിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? പുള്ളി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 5 എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? ഒരു 5 ഒരു 4. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അല്ലല്ല വിചാരിച്ച പോലെ ഒരു ആത്മാർത്ഥമായിട്ട് ഒരു മിനിറ്റ് പോലും നമ്മൾ നമ്മൾ ചിരിച്ചല്ല. കോമഡി മൂവി എന്ന് പറഞ്ഞിട്ട് അവന്മാർ റിവ്യൂ ഒക്കെ ഇട്ടിട്ട് നമ്മളെ വന്ന് കണ്ടോടാണ്. ഒരു രക്ഷയില്ല, ഒരു എൻഗേജിങ് അല്ല, തീരെ എൻഗേജിങ് അല്ല. ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഒരു മൂമെന്റ്സ് പോലും എൻഗേജിങ് ആയിട്ട് തോന്നില്ല. പിന്നെ നമ്മൾ കണ്ടിന്യൂറ്റി ഇല്ല, എന്താ ഒരു കണ്ടന്റ് ഇല്ല, നമ്മളെ ഫോളോ ചെയ്യിക്കാൻ പറ്റിയൊരു കണ്ടന്റ് അതിനകത്തില്ല. റേറ്റിംഗ് വളരെ മോശമാണ്. നമ്മൾ ഭയങ്കര പ്രതീക്ഷിച്ചിട്ടാണ് ജിത്തു ജോസഫിന്റെ കൂടെ കാരണം, ബേസിൽ ജോസഫിന്റെ കാരണം, കോമ്പിനേഷൻ ഒക്കെ ഉള്ള കാരണം. പക്ഷേ കണ്ടന്റ് വളരെ മോശം, എൻഗേജിങ് അല്ല. ഇല്ല, സോങ്സ് ഒന്നും ഇല്ല അതിനകത്ത്. അല്ല, ജസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ പടം? ഇഷ്ടപ്പെട്ടായിരുന്നു? നല്ല പടമാണ്. നമുക്കൊരു 5 എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും മൂവിക്ക്? 5 കൊടുക്കാം. എങ്ങനെയുണ്ടായിരുന്നു? നല്ല മൂവിയായിരുന്നു. ബേസിൽ ജോസഫും ജിത്തു ജോസഫും പറഞ്ഞ ആ ഒരു ഇത് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഒരു ഇതല്ല എങ്കിലും നല്ല കോമഡി ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയി. കോമഡിക്ക് വർക്കൗട്ട് ചെയ്യുന്നു. ഇപ്പൊ ജിത്തു ജോസഫിന്റെ റീസൺസ് മൂവീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും ത്രില്ലർ വരുന്ന ആ ഒരു ടൈപ്പ് അല്ല, കോമഡിയാണ് കൂടുതലും. ഫുൾ ടൈം എന്റർടൈനർ ആണ്. അത്യാവശ്യം മൈബോസ് ഒക്കെ പോലെ മൈബോസിന്റെ ആ ഒരു കോമഡി ഒക്കെ ആയിട്ടുണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ മൈബോസിനെക്കാളും ബെറ്റർ ആണോ അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. മൈബോസ് പോലെയല്ല, ഇതിനകത്ത് കുറച്ചൊരു ത്രില്ലിംഗ് എലമെന്റ്സും കൂടി ഉണ്ട്. ജിത്തുവിന്റെ ആ ഒരു ഇതുണ്ട്, ആ ഒരു ടച്ച് വന്നിട്ടുണ്ട്. നമുക്കൊരു 5 എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? ഒരു 3 എന്താണെങ്കിലും കൊടുക്കാം. ഇറങ്ങിയതാണോ? അതെ. എങ്ങനെയുണ്ടായിരുന്നു മൂവി? എനിക്ക് പടം ഇഷ്ടമായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? മീൻസ് ഒരു കോമഡി ഫാമിലി ഫ്യൂഷൻ കോമഡിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ജിത്തുവിന്റെ ഒരു കോമഡിയിലേക്കുള്ള ഒരു തിരിച്ചു ഇതാന്ന് പറയാൻ പറ്റും. മറ്റേ പുള്ളിയുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗഡിനേക്കാളും വളരെ വളരെ നന്നായിട്ടുണ്ട്. ആ മൈബോസിന്റെ ഒക്കെ ആ ഒരു ലെവൽ എത്തിയായിരുന്നു. മൈബോസിന്റെ അത്ര ഉണ്ട്. ഒരു 5 എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? അറിഞ്ഞോളൂ. ചേച്ചി എങ്ങനെയായിരുന്നു? ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടു. നല്ല മൂവി ആയിരുന്നു. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഒരു കോമഡി മൂവി ഇറങ്ങിയത്. നല്ല ഫാമിലി മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. നല്ല കോമഡി ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പുള്ളിയുടെ ജിത്തു ജോസഫിന്റെ മുമ്പത്തെ ഒരു കോമഡി മൂവി മൈബോസ് ആണ്. അപ്പൊ ആ ഒരു ലെവലൊക്കെ എത്തിയായിരുന്നു മൂവി. ഏകദേശം. നമുക്കൊരു 5 എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? 5 അടിക്കാം. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളി സിനിമ, അടിപൊളി സിനിമ, മാസ് എന്റർടൈനർ, നല്ല ഇഷ്ടപ്പെട്ടു. നുണക്കുഴിയല്ലേ കണ്ടേ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഫാമിലിക്ക് നല്ല രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല എന്റർടൈനർ ആയി. ഒരു സീക്വൻസ് പോലും നമുക്ക് ബോറടിച്ചില്ല. ജിത്തു ജോസിന്റെ പഴയ ഒരു കോമഡിയിലേക്കുള്ള ഒരു അടിപൊളിയാണല്ലോ. നല്ല ഇഷ്ടം. മൈബോസിന്റെ ഒക്കെ ഒരു ലെവൽ എത്തിയായിരുന്നു. അത്രയും എനിക്ക് തോന്നിയില്ല, എങ്കിലും ഇറ്റ് വാസ് നൈസ് മൂവി. ഒരു 5 എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും നമുക്ക് മൊത്തത്തില്? 5 ഒരു 4 എന്തായാലും. നുണക്കുഴി കണ്ടിറങ്ങിയത് അതെ, നല്ല സിനിമയായിരുന്നു. നല്ല റിവ്യൂ ആയിരുന്നു. നമുക്ക് മൊത്തത്തിൽ എന്ത് പറയാൻ പറ്റും? എല്ലാ ഫാമിലീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തീർച്ചയായിട്ടും ഫസ്റ്റ് ഹാഫ് 3 ഓക്കെ ആയിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് വാസ് മച്ച് മോർ എന്റർടൈനിങ് ആയിരുന്നു. നല്ല സിനിമയായിരുന്നു. ബേസിന്റെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ. ഒരു കോംബോ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല കോംബോ ആയിരുന്നു. ഒരു ത്രില്ലർ എലമെന്റ് എന്ന് പറയാൻ ഉണ്ട് ഒരു ത്രില്ലർ എലമെന്റ്. ഒരു എല്ലാ സമയത്തും മാറി കൊണ്ടുവരാണ്. നമുക്കൊന്ന് എൻഡിങ് എന്താന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നല്ലൊരു ഇത് ഇട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. 5 എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും നമുക്ക്? 5 ഒരു 4.8 എന്തായാലും കൊടുക്കാം. ഓക്കെ, താങ്ക് യു.